ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. ഇന്ന് നമ്മൾ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫസ്റ്റ് മോഡ്യൂളിലെ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ആൻഡ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ആ ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നോർമലി നമ്മൾ മെഷീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മളൊരു വർക്ക് പീസ് നമ്മൾക്ക് വേണ്ട രീതിയിലേക്ക് മെറ്റീരിയലിനെ റിമൂവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മെഷീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ആ വർക്ക് പീസും ടൂളും അല്ലെങ്കിൽ കട്ടിംഗ് ടൂളും തമ്മിലൊരു കോണ്ടാക്റ്റിൽ വരുന്നു. അപ്പോൾ ഈ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് എന്താ, സ്വാഭാവികമായിട്ടും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത കാരണം എന്ത് സംഭവിക്കുന്നു, ആ ഒരു വർക്ക് പീസിനും അതുപോലെ തന്നെ ടൂളിനും ഡാമേജ് അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുന്ന കാരണം ഒരു വിയർ വരാനും അതുപോലെ തന്നെ ടൂളിനും വർക്കിനൊക്കെ ഡാമേജ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ മെറ്റീരിയൽസിന് ഡാമേജ് കുറയ്ക്കാനും അതുപോലെ വിയർ കുറയ്ക്കാനും ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. അപ്പോൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് നമ്മൾ നോർമലി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വർക്ക്ഷോപ്പിലൊക്കെ നമ്മളെന്താ നോർമലി മെഷീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അതൊക്കെയാണ് എന്ത് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. അങ്ങനെ ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഹീറ്റ് ജനറേഷൻ കുറയുകയും അതുവഴി ആ മെറ്റീരിയലിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയും, അതുപോലെ തന്നെ ആ ടൂൾസിനൊക്കെ ഉണ്ടാകുന്ന വിയർ കുറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്ന്. ടു ഇംപ്രൂവ് മെഷീനബിലിറ്റി എനി സബ്സ്റ്റൻസ് അപ്ലൈഡ് ടു ദ കട്ടിംഗ് സോൺ ഡ്യൂറിങ് ദ മെഷീനിങ് ഈസ് കോൾഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ കട്ടിങ്ങിൻ്റെ സമയത്ത് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലൂയിഡിനെയാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. കട്ടിംഗ് ഫ്ലൂയിഡ് ക്യാൻ ആക്ട് ആസ് കൂളൻ്റ് ആൻഡ് ആസ് എ ലൂബ്രിക്കൻറ്റ്. കട്ടിംഗ് ഫ്ലൂയിഡിന് കൂളൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനും കഴിയും, അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനും കഴിയും. പിന്നെ എന്താ പറയുന്നത്, എ കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ടു കൂൾ ദ ടൂൾ ആൻഡ് വർക്ക് പീസ് ഈസ് കോൾഡ് കൂളൻറ്റ്. അപ്പോൾ എന്താ, കട്ടിംഗ് ഫ്ലൂയിഡ് നമുക്കെന്താ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. ആ കൂളൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് വാട്ടർ ബേസ്ഡ് കൂളൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടിംഗ് ഫ്ലൂയിഡിനെ നമുക്ക് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡായിട്ടും കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്, ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞ കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ മെഷീനിങ് സർഫസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിനാണ് കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന കാരണം അവിടെ ഒരു കൂളിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു കൂളൻ്റ് ആയിട്ടും നമുക്കവിടെ ആക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റും അവിടെ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിനെയാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഈ കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ക്യാരി അവേ ദ ഹീറ്റ് ജനറേറ്റഡ് അറ്റ് ദ വർക്ക് ടൂൾ ഇൻ്റർഫേസ്. അപ്പോൾ വർക്ക് ടൂൾ ഇൻ്റർഫേസിൽ ഉണ്ടാവുന്ന ഹീറ്റ് നമുക്ക് ക്യാരി അവേ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അറ്റ് ദ വർക്ക് ടൂൾ ഇൻ്റർഫേസ്. വർക്ക് ടൂൾ ഇൻ്റർഫേസിനുള്ള ഫ്രിക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ എന്താ, ടു ഫ്ലഷ് അവേ ദ ചിപ്പ് ഫ്രം ദ ടൂൾ. നമ്മുടെ മെഷീൻ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ മെറ്റൽ ചിപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഈ ലൂബ്രിക്കൻ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ കട്ടിംഗ് ഫ്ലൂയിഡ് ഫോഴ്സ് ചെയ്യുന്ന കൊടുക്കുന്ന വഴി എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ലൂബ്രിക്കൻ്റ് ഫ്ലഷ് ചെയ്ത് കളയാൻ പറ്റും. അത് കാരണം നമുക്ക് മെഷീനിങ് പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി എന്താ, കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. ഇറ്റ് ഷുഡ് പോസസ് ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ടു മിനിമൈസ് ഫ്രിക്ഷൻ അറ്റ് ടൂൾ വർക്ക് ഇൻ്റർഫേസ്. അപ്പോൾ നമ്മുടെ ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള കാരണം ഈ ടൂൾ വർക്ക് പീസ് ഇൻ്റർഫേസിൻ്റെ അവിടുത്തെ ഫ്രിക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെന്താ, ഇറ്റ് ഷുഡ് പോസസ് ഹൈ ഹീറ്റ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി പോസസ് ചെയ്യും. അത് കാരണം നമുക്ക് അവിടെ നിന്ന് ഹീറ്റ് വലിച്ചെടുക്കാൻ കഴിയും. പിന്നെന്താ, ഇറ്റ് ഷുഡ് നോട്ട് പ്രൊഡ്യൂസ് എനി സ്കിൻ ഇറിറ്റേഷൻ ടു ദ ഓപ്പറേറ്റർ. ആ വർക്ക് ചെയ്യുന്ന ഓപ്പറേറ്റർക്ക് ഒരു തരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻ സംഭവിക്കാൻ പാടില്ല ഈ കട്ടിംഗ് ഫ്ലൂയിഡ് കാരണം. പിന്നെന്താ പറയുന്നത്, ദേ ഷുഡ് നോട്ട് എമിറ്റ് ഒബ്നോക്ഷ്യസ് ഓഡേഴ്സ് ആൻഡ് വേപ്പേഴ്സ് ഹാം ടു ഓപ്പറേറ്റർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്ററിനെ ഹാർംഫുൾ ആയിട്ടുള്ള ഓഡേഴ്സും വേപ്പറും ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താണ്, ഇറ്റ് ഷുഡ് ഹാവ് ലെസ് വിസ്കോസിറ്റി. അവിടുത്തെ വിസ്കോസിറ്റി കുറവായിരിക്കണം. പിന്നെന്താ, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി അവൈലബിൾ അറ്റ് ലോ പ്രൈസിൽ അവൈലബിൾ ആയിരിക്കണം. പിന്നെന്താ, ഇറ്റ് ഷുഡ് ബി കെമിക്കലി സ്റ്റേബിൾ. കെമിക്കൽ റിയാക്ഷൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉള്ള പ്രോപ്പർട്ടീസ് ഉള്ള ഫ്ലൂയിഡാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് ആയിട്ട് നോർമലി എടുക്കേണ്ടത്. ഇനി എന്താണ് നമുക്ക് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്, കട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കട്ടിംഗ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോലിബിൾ ഓയിൽ അല്ലെങ്കിൽ എമൽഷൻസ്. എന്താണ് സോയിൽ സോലിബിൾ? വാട്ടർ ബേസ്ഡ് കട്ടിംഗ് ഫ്ലൂയിഡ്. കട്ടിംഗ് ഫ്ലൂയിഡിൽ വാട്ടർ മിക്സ് ചെയ്തിട്ടുള്ള ടൈപ്പുള്ള ഓയിലിനെയാണ് നമ്മൾ സോലിബിൾ ഓയിൽ എന്ന് പറയുന്നത്. മിനറൽ ഓയിൽ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫൈൻ ഡ്രോപ്ലെറ്റ്. ഓയിൽ ആൻഡ് വാട്ടർ മിക്സ്ഡ് ഇൻ ദ ഡിഫറെൻറ്റ് പ്രൊപ്പോർഷൻ ടു ഗെറ്റ് ഡിസൈഡ് പ്രോപ്പർട്ടി. റേഷ്യോ വേരിയ ഫ്രം 1:5 to 1:50. അപ്പോൾ 1:5 to 1:50 റേഷ്യോയിൽ ഈ പറഞ്ഞ നമ്മുടെ മിനറൽ ഓയിലും വാട്ടർ മിക്സ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സോലിബിൾ ഓയിൽ എന്ന് പറയുന്നത്. 1:5 മുതൽ 1:50 റേഷ്യോയിൽ വാട്ടറും അതുപോലെ തന്നെ മിനറൽ ഓയിലും മിക്സ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോലിബിൾ ഓയിൽ എന്ന് പറയുന്നത്. സൂട്ടബിൾ ഫോർ ലൈറ്റ് കട്ടിങ് ഓപ്പറേഷൻ. കണ്ടോ ഇങ്ങനെ ഇരിക്കും. നോർമലി ലൈറ്റ് കട്ടിങ് ഓപ്പറേഷനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി എന്താ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ട്രൈറ്റ് ഓയിൽസ് എന്താണെന്ന്. സ്ട്രൈറ്റ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ മിനറൽ ഓയിൽ വിത്ത് സ്യൂട്ടബിൾ വിസ്കോസിറ്റി. ഒരു സ്യൂട്ടബിൾ വിസ്കോസിറ്റി ഉള്ള നോർമൽ ആയിട്ടുള്ള മിനറൽ ഓയിലിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രൈറ്റ് ഓയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഓവർ സോലിബിൾ ഓയിൽസ്. സോലിബിൾ ഓയിൽസിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും ഈ ഒരു ഓയിലിന്. പിന്നെന്താ? ഇറ്റ് മെയിൻറ്റെയിൻസ് ലൂബ്രിക്കേറ്റിംഗ് ഫിലിം അറ്റ് ലോ പ്രഷർ. ലോ പ്രഷറിൽ വരെ ലൂബ്രിക്കേറ്റിംഗ് ഫിലിം അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ നടത്താൻ ഈ ഒരു സ്ട്രൈറ്റ് ഓയിൽസ് നമ്മളെ സഹായിക്കും. പിന്നെന്താ? കെമിക്കൽ അഡിക്റ്റീവ്സ്. Additives such as sulfur and chlorine are used to increase both cooling and lubricant properties of oil. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കെമിക്കൽ അഡിക്റ്റീവ്സ് ഈ പറഞ്ഞ സൾഫറും ക്ലോറിനും ഒക്കെ ആഡ് ചെയ്യുന്ന വഴി ആ ഒരു കൂളിങ്ങും ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെന്താ? കെമിക്കൽ കോമ്പൗണ്ട്സ്. വേറെ കെമിക്കൽ കോമ്പൗണ്ട്സ് എന്താ? റസ്റ്റ് ഇൻഹിബിറ്റേഴ്സ് സച്ച് ആസ് സോഡിയം നൈട്രേറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ഹൈ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ടു ഒബ്റ്റെയിൻ കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ പറഞ്ഞ സോഡിയം നൈട്രേറ്റ് മിക്സ് ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കുന്നു? നമുക്ക് എന്ത് ചെയ്യുന്നു? റസ്റ്റ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതൊക്കെ ഇറ്റ് പ്രിവെൻറ്റ്സ് റസ്റ്റ് ഫോർമേഷൻ ഓൺ ദ മെഷീൻ സർഫസ്. അപ്പോൾ മെഷീൻ സർഫസിലുണ്ടാകുന്ന റസ്റ്റ് ഫോർമേഷനൊക്കെ ഈ പറഞ്ഞ സോഡിയം നൈട്രേറ്റ് തടയാൻ സഹായിക്കുന്നു. ഇനി സോളിഡ് ലൂബ്രിക്കൻറ്റ്. സ്റ്റിക്ക് വാക്സസ്, ബാർ സോപ്സ് ആൻഡ് ഗ്രാഫൈറ്റ് പൗഡർ ആർ സംടൈംസ് യൂസ്ഡ് ആസ് സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഈ സ്റ്റിക്ക് വാക്സ്, ബാർ സോപ്സ്, ഗ്രാഫൈറ്റ് പൗഡറൊക്കെ ചില സമയത്ത് നമ്മൾ ഈ പറഞ്ഞ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണെന്ത്? നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. ഇപ്പോൾ ഈ കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്ന മെയിനായിട്ട് എന്തിനാണ്? കട്ടിംഗ് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത് കട്ടിങ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെഷീനിങ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ജനറേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാനും മെയിനായിട്ട് ഈ രണ്ട് കാര്യത്തിനാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ് കട്ടിംഗ് ഫ്ലൂയിഡ്സ് എന്നാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സെലക്ഷൻ ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്സ്. എന്തൊക്കെ ക്രൈറ്റീരിയനെ ബേസിസിലാണ് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? കട്ടിംഗ് സ്പീഡ്. കട്ടിംഗ് സ്പീഡിൻ്റെ ബേസിസിൽ ഫീഡ് റേറ്റ്, ഡെപ്ത് ഓഫ് കട്ട്, ടൂൾ ആൻഡ് വർക്ക് പീസ് മെറ്റീരിയൽ, വിസ്കോസിറ്റി ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്, ടൂൾ ലൈഫ് ടു ബി എക്സ്പെക്റ്റഡ്, എക്കണോമിക്കൽ ആസ്പെക്ട്സ്, ലൈഫ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ്. ഇങ്ങനത്തെ ഇത്രയും ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ് സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ മാറുന്നതനുസരിച്ച് നമുക്ക് കട്ടിംഗ് ഫ്ലൂയിഡും ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി കട്ടിംഗ് ടൂൾസിൻ്റെ മെറ്റീരിയൽ. ഈ കട്ടിംഗ് ടൂൾസ് ഇപ്പോൾ നമ്മൾ കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾസ്. കട്ടിംഗ് ടൂൾസിൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും കട്ടിംഗ് ടൂൾസ് നമ്മൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് പീസിനേക്കാളും ഹാർഡർ ആയിരിക്കണം കട്ടിംഗ് ടൂൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ വർക്കാണ് ഹാർഡറെങ്കിൽ കട്ടിംഗ് ടൂൾ എന്ത് ചെയ്യും? റിമൂവ് ആയി പോകും. അപ്പോൾ നോർമലി എന്താണ് ആ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് പീസിനേക്കാളും ഹാർഡർ ആയിരിക്കണം നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ പറ്റിയാണ് പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ഹാർഡ്നെസ് വേണം, ബിയർ റെസിസ്റ്റൻസ് വേണം, ടഫ്നെസ് വേണം, കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ വേണം. ഹോട്ട് ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെറ്റീരിയൽ ഷുഡ് മെയിൻറ്റെയിൻ ഹാർഡർ ദാൻ വർക്ക് മെറ്റീരിയൽ അറ്റ് എലിവേറ്റഡ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. നല്ല ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പോലും ആ വർക്ക് പീസിൻ്റെ ഹാർഡ്നെസ്സിനേക്കാളും കൂടുതലായിരിക്കണം എപ്പോഴും ഈ ടൂൾ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ്. പിന്നെന്താ? ബിയർ റെസിസ്റ്റൻസ്. ദ മെറ്റീരിയൽ മസ്റ്റ് വിത്ത്സ്റ്റാൻഡ് എക്സസീവ് ബിയർ ഈവൻ തോ ദ റിലേറ്റീവ് ഹാർഡ്നെസ് ഓഫ് ദ ടൂൾ വർക്ക് മെറ്റീരിയൽ ചേഞ്ചസ്. അപ്പോൾ വർക്ക് ടൂൾ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് ചേഞ്ച് ചെയ്താലും അവിടെ എന്താ ബിയർ ഉണ്ടാവാതെ ഇരിക്കാൻ പറ്റണ ടൈപ്പായിരിക്കണം എന്ത് നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. പിന്നെ എന്താ? ടഫ്നെസ്. ദ മെറ്റീരിയൽ മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു വിസ്റ്റാൻഡ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻ ആൻഡ് ടു പ്രിവെൻറ്റ് ബ്രേക്കേജ്.
അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ടഫ്നെസ് പ്രോപ്പർട്ടി നമ്മുടെ കട്ടിംഗ് ടൂൾ മെറ്റീരിയലിന് വേണം. പിന്നെ എന്താ കോസ്റ്റ് ആൻഡ് ഈസിനെസ് ഇൻ ഫാബ്രിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കോസ്റ്റ് കൂടാനും പാടില്ല, നമുക്ക് ഈസി ആയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽ വേണം നമ്മൾ കട്ടിംഗ് ടൂൾ ആയിട്ട് തിരഞ്ഞെടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് നോർമലി യൂസ് ചെയ്യുന്ന കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസ് നമുക്ക് നോക്കാം. കാർബൺ സ്റ്റീൽ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യും. പിന്നെന്താ ഹൈ സ്പീഡ് സ്റ്റീൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. 1841 ഹൈ സ്പീഡ് സ്റ്റീൽ ഉണ്ട്, മോളിബ്ഡിനം ഹൈ സ്പീഡ് സ്റ്റീൽ ഉണ്ട്, കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ഉണ്ട്. പിന്നെന്താ സിമെൻറ്റഡ് കാർബൈഡ് മെറ്റീരിയൽ നമ്മൾ നോർമലി യൂസ് ചെയ്യും കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിൽ. പിന്നെന്താ സിറാമിക്സ് യൂസ് ചെയ്യും, പിന്നെ ഡയമണ്ട്സ് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ കട്ടിംഗ് ടൂൾസിന് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, നമുക്ക് ഓരോന്ന് നോക്കാം. കാർബൺ സ്റ്റീൽ നോക്കാം. പ്ലെയിൻ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ കാർബൺ കണ്ടൻറ്റ് 0.8 to 1.3% ആയിരിക്കും. സിലിക്കൻ്റെ കണ്ടൻറ്റ് 0.1 മുതൽ 0.4% ആയിരിക്കും. മാഗ്നീസിൻ്റെ കണ്ടൻറ്റ് 0.1 to 0.4% ആയിരിക്കും. ബാക്കി അയൺ ആയിരിക്കും. അതാണ് നോർമലി ഒരു പ്ലെയിൻ കാർബൺ സ്റ്റീലിൻ്റെ ഒരു കോമ്പോസിഷൻ. സ്യൂട്ടബിൾ ഫോർ ലോ കട്ടിംഗ് സ്പീഡ് ആൻഡ് കട്ടിംഗ് ടെമ്പറേച്ചർ ലെസ് ദാൻ 200 ഡിഗ്രി സെൽഷ്യസ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെ കട്ടിംഗ് ടെമ്പറേച്ചർ വരുന്ന സ്ഥലത്താണ് ഈ ഒരു ടൂൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. പിന്നെന്താ അറ്റ് heat treated and tempered condition this still have sufficient hardness, strength and toughness. Heat treatment is done to provide keen cutting edge. This material is cheap, easy to forge and simple to harness, suitable for tap and dies, reamers, hacksaw blades. അപ്പോൾ ഇത് നോർമലി ടാപ്സ് ആൻഡ് ഡൈ ഉണ്ടാക്കാനും റീമേഴ്സ് ഉണ്ടാക്കാനും ഹാക്സോ ബ്ലേഡ് ഒക്കെ ഉണ്ടാക്കാനാണ്. അതെന്ന് വെച്ചാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 200 ഡിഗ്രി സെൽഷ്യസിന് താഴെ വരുന്ന ടെമ്പറേച്ചർ കട്ടിംഗ് ടെമ്പറേച്ചറിൽ നമ്മൾ നോർമലി കട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ മെറ്റീരിയലാണ് ഇത് പ്ലെയിൻ കാർബൺ സ്റ്റീൽ. അപ്പോൾ അതിൻ്റെ കോമ്പോസിഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഒരു ടൂൾ മെറ്റീരിയൽ. നെക്സ്റ്റ് എന്താ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താ ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ടൂൾ ക്യാൻ കട്ട് ദ മെറ്റീരിയൽ എഫിഷ്യൻ്റ്ലി അറ്റ് ഹൈ സ്പീഡ് 2 to 3 times if കാർബൺ സ്റ്റീൽ. അതെന്ന് വെച്ചാൽ കാർബൺ സ്റ്റീലിനേക്കാളും 2 മുതൽ 3 മടങ്ങ് സ്പീഡിൽ നമുക്ക് ഈ ഒരു ടൂൾ മെറ്റീരിയൽ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് ഹാസ് സുപ്പീരിയർ ഹോട്ട് ഹാർഡ്നെസ് ആൻഡ് ഹൈ വിയർ റെസിസ്റ്റൻസ്. നല്ല ഹോട്ട് ഹാർഡ്നെസ്സും അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറിൽ ഹാർഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഹൈ വിയർ റെസിസ്റ്റൻസും ആണ് ഇതിനുള്ളത്. അപ്പോൾ ഇനി നോർമലി ഇതിൽ ഉള്ള കോമ്പോസിഷൻ എന്ന് വെച്ചാൽ ടങ്സ്റ്റൺ ഉണ്ടാവും, ക്രോമിയം ഉണ്ടാവും, വനേഡിയം ഉണ്ടാവും, കൊബാൾട്ട് ഉണ്ടാവും, മോളിബ്ഡിനം ഉണ്ടാവും. ഇതൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പോസിഷനും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ ഏതൊക്കെയാണ് 14/4/1 ഹൈ സ്പീഡ് സ്റ്റീൽ, പിന്നെന്താ മോളിബ്ഡിനം ഹൈ സ്പീഡ് സ്റ്റീൽ, കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽസ്. അതെന്താ നമുക്ക് നോക്കാം. 18/4/1 ഹൈ സ്പീഡ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ എന്താ അതിൽ 18% ടങ്സ്റ്റൺ ഉണ്ട്, ക്രോമിയം 4% ആയിരിക്കും, വാനേഡിയം 1% ആയിരിക്കും, കാർബൺ 0.7% ആയിരിക്കും. ഇതാണ് മോസ്റ്റ്ലി യൂസ്ഡ് ടൂൾ സ്റ്റീൽ. ഓക്കെ, ഇനി മോളിബ്ഡിനം ഹൈ സ്പീഡ് സ്റ്റീൽ എന്തായിരിക്കും? ടങ്സ്റ്റൺ 5% ആയിരിക്കും, ക്രോമിയം 4% ആയിരിക്കും, വാനേഡിയം 2% ആയിരിക്കും, മോളിബ്ഡിനം 6% ആയിരിക്കും. ഇറ്റ് ഹാസ് ഹൈ ടഫ്നെസ് ആൻഡ് കട്ടിംഗ് എബിലിറ്റി. ഓക്കെ, ഇനി കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ എങ്ങനെയായിരിക്കും? ടങ്സ്റ്റൺ 20% ആയിരിക്കും, ക്രോമിയം 4% ആയിരിക്കും, വാനേഡിയം 2% ആയിരിക്കും, കൊബാൾട്ട് 15% ആയിരിക്കും. അപ്പോൾ ഈ 3 ടൈപ്പിനെ എങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓരോ മെറ്റീരിയലിൻ്റെ കോമ്പോസിഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ കോമ്പോസിഷൻ്റെ ബേസിസിൽ നമുക്ക് 18/4/1 ഹൈ സ്പീഡ് സ്റ്റീൽ, മോളിബ്ഡിനം ഹൈ സ്പീഡ് സ്റ്റീൽ, കൊബാൾട്ട് ഹൈ സ്പീഡ് സ്റ്റീൽ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി എന്താ സിമെൻറ്റഡ് കാർബൈഡ്? എന്താണ് സിമെൻറ്റഡ് കാർബൈഡ്? സിമെൻറ്റഡ് കാർബൈഡ്സ് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് ടങ്സ്റ്റൺ പൗഡർ ആൻഡ് കാർബൺ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ടങ്സ്റ്റൺ പൗഡറും അതുപോലെ കാർബണും ഹൈ ടെമ്പറേച്ചർ അറൗണ്ട് 1500 ഡിഗ്രി സെൽഷ്യസിൽ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് സിമെൻറ്റഡ് കാർബൈഡ്. Then it is combined with cobalt and compacted and sintered in a furnace about 1400 degree Celsius. അതിനുശേഷം കൊബാൾട്ടായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് 1400 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഹയർ കട്ടിംഗ് സ്പീഡിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ സിമെൻറ്റഡ് കാർബൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇനി സിറാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ബോറൻ നൈട്രേറ്റ് പൗഡർ ആർ മിക്സ്ഡ് ടുഗദർ ആൻഡ് സിൻറ്റഡ് അറ്റ് 1700 ഡിഗ്രി സെൽഷ്യസ് ടു ഫോം ഇൻഗ്രീഡിയൻറ്റ് ഓഫ് സിറാമിക് ടൂൾ. അപ്പോൾ സിറാമിക് ടൂൾ എന്ന് പറയുമ്പോൾ എന്താ? അലൂമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ ബോറോൺ നൈട്രൈഡും
മിക്സ് ചെയ്തിട്ട് 1700 സിൻഡർ ചെയ്തെടുക്കും. അങ്ങനെയാണ് നമുക്ക് സിറാമിക് കട്ടിംഗ് ടൂൾസ് ലഭിക്കുന്നത്. ഇറ്റ് ഹാസ് ഹൈ ഹാർഡ്നെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്. നല്ല ഹൈ ഹാർഡ്നെസ് ഉണ്ടാവും, കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും. ഇറ്റ് ഈസ് മെയ്ഡ് ആസ് ടിപ്സ് ആൻഡ് റൈസ്ഡ് ക്ലാംപ്ഡ് ഓൺ ദ മെറ്റൽ ഷാങ്ക് ഫോർ കട്ടിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടിപ്പുകൾ നോർമലായിട്ടുള്ള ടൂളിൻ്റെ ഷാങ്കിൽ ബ്രേസ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കട്ടിംഗ് ടൂളിൻ്റെ വർക്കിംഗ്. ഇനി നെക്സ്റ്റ് കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഹാർഡസ്റ്റ് കട്ടിംഗ് ടൂൾ മെറ്റീരിയലാണ്, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് ടൂൾ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അത് കോസ്റ്റ്ലി ആണ്. ഇറ്റ് ക്യാൻ ബി റൺ അറ്റ് എ സ്പീഡ് 15 times ഗ്രേറ്റർ ദാൻ ഹൈ സ്പീഡ് സ്റ്റീൽ. ഹൈ സ്പീഡ് സ്റ്റീലിനേക്കാളും 50 times സ്പീഡിൽ നമുക്കിത് വർക്ക് ചെയ്യാൻ കഴിയും. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ആർട്ടിഫിഷ്യലി ബൈ സിൻഡറിങ് അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഇറ്റ് ഹാസ് ലോ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കുറവാണ്. ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് വിയർ റെസിസ്റ്റൻസ്. നല്ല കംപ്രസീവ് സ്ട്രെങ്ത് അതുപോലെ തന്നെ വിയർ റെസിസ്റ്റൻസും ഉണ്ട്. ലോ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ കുറവാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ ഡയമണ്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള കട്ടിംഗ് ടൂൾ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനാണ്. നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് കട്ടിംഗ് ടൂൾസ് ഉണ്ടാക്കാൻ കഴിയില്ല. നോർമലി നമുക്ക് നല്ല ഹാർഡ്നെസ് വേണം, അതുപോലെ തന്നെ നല്ല വിയർ റെസിസ്റ്റൻസ് വേണം, ഹോട്ട് ഹാർഡ്നെസ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയണം, ഹാർഡ്നെസ് പോകാതെ. അതിനാണ് ഹോട്ട് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റി ഒക്കെ ഉള്ള മെറ്റീരിയലാണ് നമുക്ക് ടൂൾ മെറ്റീരിയലായിട്ട് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിംഗ് ഫ്ലൂയിഡ്സിനെ പറ്റി അതുപോലെ തന്നെ കട്ടിംഗ് ടൂൾ മെറ്റീരിയൽസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി വരും സെഷനുകളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്സുകൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പല ടോപ്പിക്സ് നല്ല രസകരമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.